to another beautiful vlog. We are planning to visit Fiesta City, Kuwait. Fiesta Cityയുടെ ഒരു ഇവന്റ് ഇവിടെ അപ്പ് ആയിട്ടുണ്ട്. സോ ന്യൂ ഇയർ സ്പെഷ്യൽ ആണ് അല്ലേ? Jan 1 അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? Jan 1 to Feb end ആണ് ഈ പ്രോഗ്രാം ഉള്ളത്. സോ ഫിയസ്റ്റ സിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ ഇത് കുവൈറ്റ് കോസ്വേയുടെ നോർത്ത് എൻഡിലെ ഡെസേർട്ട് ഏരിയയിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ 35+ ലാൻഡേൺ സ്റ്റാച്യൂസും 50+ ലൈഫ് ലൈക്ക് ഡൈനോസേഴ്സിനെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വ്ലോഗിൽ കാണാം. വെൽക്കം ടു ഫിയസ്റ്റ സിറ്റി ബൈ എക്സൈറ്റ് ആൻഡ് വെൽക്കം ടു പ്രിയങ്ക പ്രജീത് വ്ലോഗ്സ്. ഞങ്ങളുടെ ലാസ്റ്റ് വ്ളോഗായ അൽമിക്ഷത്ത് ഇവന്റിന് ട്രാവൽ ചെയ്ത് കുവൈറ്റിലെ കോസ്വേയിൽ കൂടി തന്നെയാണ് ഇന്നും നമ്മൾ പോകുന്നത്. അന്ന് ഫോഗ് ആയിരുന്നത് കൊണ്ട് ബിൽഡിങ്സ് ഒന്നും ക്ലിയർ അല്ലായിരുന്നല്ലോ. ഇന്ന് നല്ല വിസിബിലിറ്റി ഉണ്ട്. ഈ കാണുന്നതാണ് ഈ കോസ്വേയുടെ വിസിറ്റർ സെന്റർ ആൻഡ് അഡ്മിൻ ആൻഡ് മാനേജ്മെന്റ് ബിൽഡിംഗ്. ഇവിടെ നിന്നുള്ള കുവൈറ്റ് സിറ്റിയുടെ ക്ലിയർ വ്യൂ ആണിത്. ഈ കാണുന്നതൊക്കെ സുബിയ ഏരിയയിലെ ഡെസേർട്ട് ക്യാമ്പ്സ് ആണ്. ഡെസേർട്ട് ക്യാമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫിയസ്റ്റ സിറ്റി ഉള്ളത്. നമ്മളിപ്പോൾ ഫിയസ്റ്റ സിറ്റിയുടെ എൻട്രൻസിലെത്തി. ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ എൻട്രി ഫീ അഡൽട്സിന് 4 KD പെർ ഹെഡും അതുപോലെ കിഡ്സിന് 2.5 KD പെർ ഹെഡുമാണ് ഉള്ളത്. ഓൺലൈൻ തന്നെ ചെയ്യണമെന്നില്ല, ഇവിടെ നേരിട്ടും ടിക്കറ്റ് എടുക്കാം. ഹിസ് ഹൈനസ് ദ എമീർ ഓഫ് കുവൈറ്റും ക്രൗൺ പ്രിൻസുമാണ് ഫോട്ടോയിലുള്ളത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലാന്റേൺ സ്റ്റാച്യൂസ്. മോർ ദാൻ 35 ലാന്റേൺ സ്റ്റാച്യൂസ് ഇവരിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അകത്ത് ലൈറ്റ് വെച്ച് ഗ്ലോ ചെയ്യുന്ന സ്റ്റാച്യൂസ് ആണ് ലാന്റേൺ സ്റ്റാച്യൂസ്. കാസിൽസും ക്രീച്ചേഴ്സും പിന്നെ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡും ഒക്കെ ഇവിടെ ലാന്റേൺ സ്റ്റാച്യൂസ് ആയിട്ടുണ്ട്. ഇതെല്ലാം ഭയങ്കര ഡീറ്റെയിൽ ഓറിയന്റഡ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഫിയസ്റ്റ സിറ്റി ഇവന്റ് ടീം 2011 ലോങ്സ്റ്റ് ബലൂൺ ചെയിനിന്റെ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഫെയറി ടെയിൽസിന്റെ ലാന്റേൺ സ്റ്റാച്യൂസ് ആണ്. 7 numbers of them. 1 2 3 4 5 6 7. Okay, you are right. സ്നോ വൈറ്റ് ആൻഡ് ദി 7 ഡ്വാർഫ്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. 7 ഡ്വാർഫ്സ് ഉണ്ടോ എന്ന് ഞാനൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇത് എല്ലാ ഗേൾസിന്റെയും ഫേവറേറ്റ് ക്യാരക്ടറായ സിൻഡ്രല്ല ആൻഡ് ഹർ മാജിക്കൽ പംകിൻ കോച്ചാണ്. രാജു രാധയും കൂടെ സ്കൂളിൽ പോയായിരിക്കും. അപ്പൊ മായാവി എവിടെ പോയി? അപ്പുറത്ത് കാണുമായിരിക്കും വേറെ. ഈ ക്യാരക്ടേഴ്സ് ആരാണെന്ന് ഞങ്ങൾക്കൊരു പിടിയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരെ രാജുവും രാധയാക്കി മാറ്റി. വിന്നി ദ പൂ, ആസ് ഓൾവേസ് ഹി ഈസ് ക്യൂട്ട്. ഇതാരാന്ന് പറയട്ടാ? ചോപ്പാണ്ടി ആയിരിക്കും. ദി ലിറ്റിൽ മെർമെയ്ഡ് ആണ് ഈ കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഒരു നിമിഷം ഞങ്ങൾ ലിറ്റിൽ ജംഗിളിനെ ഓർത്തുപോയി. ഞങ്ങളുടെ ലിറ്റിൽ ജംഗിൾ വ്ലോഗ് നിങ്ങൾ കണ്ടിരുന്നു? കാണാത്തവർക്ക് ദേ ലിങ്ക് പിടിച്ചു. ഗൈസ്, നമ്മളിപ്പോൾ നെതർലാൻഡ്സിലെത്തി. വിൻമിൽസും ടുലിപ്സും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ.
ഐഫൽ ടവർ കാണാൻ പോകണമെന്നല്ലേ പറഞ്ഞത്? എപ്പോഴാ നമ്മള് പോകുന്നേ? ഇപ്പൊ തന്നെ പോയേക്കാം. ദാ കണ്ടോ ഐഫൽ ടവർ? Oh my god! Look at the beautiful and stunning lantern statue of Eiffel Tower of Paris. Did you see the colorful clock tower of London? ഇതാണ് the traditional Arabic coffee pot called Dalla. National animal of Kuwait. ഒരു പുഷ്പം മാത്രമേ. ബാക്കി പാട്. എനിക്ക് ലൈൻസ് അറിയില്ല. പാട്. നമ്മളിപ്പോ ഈജിപ്തിലെത്തി. Did you see the pyramids? പിരമിഡ് കണ്ടു, പക്ഷെ ബ്ലൂ കളറിലെ ക്യാമലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ബ്ലൂ മാത്രല്ല കേട്ടാ, ഇവിടെ പിങ്ക് കളർ ക്യാമലും ഉണ്ട്. പിരമിഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കണ്ടത് ഈ ഒരു സ്റ്റാച്യു ആണ്, which seems to be an ancient Egyptian ship. ഇത് നമ്മുടെ സ്വന്തം കുവൈറ്റ് ടവേഴ്സ്. കുവൈറ്റ് ടവേഴ്സിന്റെ വ്ളോഗും ഞാൻ ഇവിടെ ലിങ്ക് ചെയ്തേക്കാം. സോ ഇതാണ് ലാൻഡൺ സ്റ്റാച്യു ഇൻസ്റ്റലേഷൻസിന്റെ ഒരു ഓവറോൾ വ്യൂ. Isn't it mesmerizing, guys? നമ്മളിപ്പോൾ ഫുഡ് കോർട്ടിലാണ് ഉള്ളത്. ഇവിടെ കുറെ ഫുഡ് ട്രക്സ് അവൈലബിൾ ആയിരുന്നു. ഞങ്ങളിപ്പോൾ ടോബീസ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു കഫേയിൽ നിന്ന് സാഫ്രൺ ലാറ്റയും പിന്നെ ഒരു ഹേസൽനട്ട് ലാറ്റയുമാണ് ഓർഡർ ചെയ്തത്. കൂടുതലും ഫാസ്റ്റ് ഫുഡാണ് ഞങ്ങൾ ഇവിടെ കണ്ടത്. ഈ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഒരു ചുരോസും ഓർഡർ ചെയ്തു. സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഫയർ ഡാൻസ്, ആഫ്രിക്കൻ ആക്രോബാറ്റിക് ഡാൻസ്, ട്രഡീഷണൽ ചൈനീസ് ലയൺ ഡാൻസ്, ചൈനീസ് ഗുച്ചെൻ എന്നിങ്ങനെ കുറേ പെർഫോമൻസസ് അവിടെ ഉണ്ടായിരുന്നു.
വെൽക്കം ടു ജുറാസിക് അഡ്വഞ്ചേഴ്സ് വേൾഡ്. ഇവിടെ ലാൻഡൻ സ്റ്റാച്യൂസ് കൂടാതെ മോർ ദാൻ 50 ഡൈനോസർ ആനിമട്രോണിക് സ്റ്റാച്യൂസും ഉണ്ടായിരുന്നു. ആനിമട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് യൂസ് ചെയ്ത് പപ്പറ്റ്സിനെയും പിന്നെ ഇതുപോലെയുള്ള ഓരോ ഫിഗേഴ്സിനെയും ഒക്കെ ആനിമേറ്റ് ചെയ്യാനുള്ള ടെക്നോളജിയാണ്. ഇതുപോലെയുള്ള ടെക്നോളജീസ് ആണ് നമ്മൾ മൂവീസിലും കാണുന്നത്. വവ്വാലിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഇത് കാണുന്നത് പോലെ അത്ര സിമ്പിൾ അല്ല. ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡാണ് വിച്ച് ഇന്റഗ്രേറ്റ്സ് പപ്പറ്റ്രി, അനാറ്റമി ആൻഡ് മെക്കട്രോണിക്സ്. ഫേസ് പെയിന്റിംഗ്, ക്യാമൽ റൈഡ്സ്, ഡൈനോ റൈഡ്സ്, ബേർഡ് ഷോ പിന്നെ മറ്റു പല അഡ്വഞ്ചർ റൈഡ്സും അവിടെ ഉണ്ടായിരുന്നു. അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫുഡ് കോർട്ടിലെത്തി. ഷവോമ കഴിക്കാൻ ഞങ്ങൾ പ്ലാൻ ഇട്ട് നോക്കുമ്പോൾ അവിടെ 2-3 ട്രക്സ് ഷവോമ ഷോപ്സ് ആയിരുന്നു. എവിടെ നിന്ന് കഴിക്കണമെന്ന് കൺഫ്യൂഷനായി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ബോളിവുഡ് പോസ്റ്റർ ശ്രദ്ധിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചെന്ന് ചിക്കൻ ആൻഡ് ബീഫ് ഷവോമ അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഈ ഫിയസ്റ്റ സിറ്റി ഈവന്റ് ഒക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. നല്ലൊരു ഈവന്റ് ആയിരുന്നു. അതെ, ഞാൻ ആക്ച്വലി ഒരു ഈ ഇവന്റ് ഏട്ടൻ ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞപ്പം ഞാനൊന്ന് ബാക്ക് ഓഫ് ചെയ്തതായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു 4KDക്കൊക്കെ അതിന് മാത്രം കാണാനുണ്ടോ? കാരണം ഇവിടെ കുവൈറ്റില് ഫെബ് നാഷണൽ ഡേന്റെ സമയത്ത് അഹമ്മദി പാർക്കിൽ ഇതേപോലെ ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ ഉണ്ട്. സോ അതുപോലെ ആയിരിക്കില്ലേ, അപ്പം ഇതിനെന്തിനാണ് 4KD എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏട്ടന്റെ നിർബന്ധം കൊണ്ടാണ് ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ ബ്യൂട്ടി മനസ്സിലായത്. ഇറ്റ്സ് വർത്ത് ഇറ്റ്. കാരണം അങ്ങനത്തെ ഒരു ആംബിയൻസും ഇതുപോലത്തെ ഒരു ലാൻഡേൺ സ്റ്റാച്യൂസ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് ഇങ്ങനെ ഒരു ഫണ്ണായിരുന്നു. പിന്നെ ഒത്തിരി ഫുഡ് സ്റ്റോൾസും പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് അല്ലേ, കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കുറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ചില പ്രോഗ്രാംസ് ആക്ച്വലി സ്പീക്കിംഗ് ഞങ്ങൾ വ്ളോഗ് ചെയ്യാൻ മറന്നുപോയി. അത് കണ്ട ആ ഒരു ഇതിലല്ലേ, ചില ചൈനീസ് പ്രോഗ്രാമിൻ്റെ ഒക്കെ ഞങ്ങൾക്ക് കുറച്ച് മിസ്സായി പോയിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. പക്ഷേ ടോട്ടലി ഇറ്റ്സ് വർത്ത് ഇറ്റ്. അപ്പം 4KD എന്ന് കേൾക്കുമ്പം ഈ കുവൈറ്റിലുള്ള പലരും ഇപ്പം വിചാരിക്കും അയ്യോ ഇത് പോകണമെന്നുള്ളത്. പക്ഷേ പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും പോയിരിക്കേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് ഈ ഫിയസ്റ്റ സിറ്റി. ഇവിടുത്തെ ഫുഡൊക്കെ നോർമൽ റേറ്റ്സ് ആണ്. എല്ലായിടത്തും കുവൈറ്റിൽ പൊതുവെ ഉള്ളതുപോലെ തന്നെയാണ്. റെസ്റ്റോറൻറ്റ്സ് ആയിട്ട് ഇവിടെ ഞങ്ങൾ കണ്ടില്ല, എല്ലാം ഫാസ്റ്റ് ഫുഡ്സ് ആണ്. പിന്നെ ബാത്റൂം ഫെസിലിറ്റീസ് നമ്മൾ അൽമിക്ഷത്ത് ഈവന്റിൽ കണ്ട പോലത്തെ അങ്ങനത്തെ റെസ്റ്റ് റൂംസ് ഒന്നും അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ അവർ പോർട്ടബിൾ ടോയ്ലറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവർ ടിഷ്യൂവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെ ആണ്.
കുവൈറ്റില് പൊതുവെ റെസ്റ്റ് റൂംസ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ, നമ്മൾ അങ്ങനെ ഇതായിട്ട് കണ്ടില്ല. പക്ഷെ ഞങ്ങൾ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ വേറെ പല കൺട്രീസിലൊക്കെ പോകുമ്പം എപ്പോഴും ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കണ്ടിട്ടില്ല. സോ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് വിസിറ്റ്. അപ്പം കുവൈറ്റിലുള്ളവർ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. 2 മാസമേ ഉള്ളൂ പ്രോഗ്രാം. ജാൻ 1 to Feb 28 വരെ ഉള്ളൂ പ്രോഗ്രാം. അപ്പൊ Feb 28 മുന്നേ എല്ലാവരും മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഫിയസ്റ്റ സിറ്റി. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ദിസ് ഈസ് പ്രിയങ്ക പ്രജീത് വ്ലോഗ്സ്. Signing off. Bye.